തൃശൂർ പുനയൂർകുളത്ത് അഞ്ചംഗ കുടുംബത്തെ പെട്രോൾ ഒഴിച്ച് വീട് കത്തിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. അകലാട് രാജാ ബീച്ചിന് സമീപം പട്ടത്ത് വളപ്പിൽ ഷെഫീഖിന്റെ വീടാണ് കഴിഞ്ഞ അർദ്ധരാത്രി കത്തിക്കാൻ നീക്കം നടന്നത്. ഷെരീഫിന്റെ പിതാവ് ഷെരീഖാണ് കുടുംബങ്ങളെ കൊലപ്പെടുത്താൻ ശ്രമം നടത്തിയത്. ഷെരീഫിനെതിരെ വടക്കേക്കോട് പോലീസ് വധശ്രമത്തിന് കേസെടുത്തു. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് സംഭവം. ഷെഫീഖ്, മാതാവ് ഫാത്തിമ, ഭാര്യ ബൽക്കീസ്, മകൻ ഷംനാദ്, സഹോദരി ഷെരീഖത്ത് എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ഷെഫീഖും ഭാര്യയും കുട്ടിയും കിടന്നുറങ്ങുന്ന മുറിയിലേക്കാണ് ജനൽ വഴി പെട്രോൾ ഒഴിച്ച ശേഷം പടക്കമെറിഞ്ഞത്. തീ ആളിപ്പടർന്നതോടെ ഇവർ മുറിവിട്ട് ഓടുകയായിരുന്നു. രക്ഷപ്പെടാതിരിക്കാനായി വീടിന്റെ വാതിലുകൾ പുറത്തുനിന്ന് പൂട്ടിയിരുന്നു. വാതിൽ തകർത്താണ് കുടുംബാംഗങ്ങൾ പുറത്തുകടന്നത്. ഷെഫീഖിന്റെ പിതാവ് ഷെരീഫാണ് സംഭവത്തിന് പിന്നിലെന്ന് കുടുംബം ആരോപിച്ചു. കുട്ടിനെ ഉറക്കി അവിടെ കിടത്തി ഞാനറിയാണ്ട് ഉറങ്ങിപ്പോയി. അങ്ങനെ ഉറങ്ങിപ്പോയപ്പോഴും പെട്ടെന്ന് ജനലിന്റെ അവിടെ നിന്ന് തീ ഇങ്ങനെ പൊന്തി വരാണ്ട് നോക്കുമ്പോൾ ഇവിടെ ഒക്കെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ ഇക്കാനെ വിളിച്ച് എനിക്ക് ഇവിടെ ഒക്കെ തീയൊക്കെ പിടിക്കണമെന്ന് പറയുമ്പോഴത്തേനും അവിടുത്തെ കത്തനൊക്കെ ഉണ്ട്, കത്തൽ തുടങ്ങി. പിന്നെ അവിടുന്ന് ഇങ്ങോട്ട് ഇവിടെ വരെ തീ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാതിലിൽ തുറന്നിട്ടുണ്ട്, കിട്ടണില്ല. ഞാൻ ഉമ്മാനെ ഉറക്കാൻ വെച്ചു. അങ്ങനെ ഉമ്മ വാതിൽ തുറന്ന് നോക്കുമ്പോഴേക്കും പുറത്തേക്ക് ഉണ്ട് തീ ചാടലും. ഞങ്ങളിങ്ങോട്ട് ഓടി രക്ഷപ്പെട്ടതാണ്. പെട്രോൾ കന്നാസുകൾ വീടിന്റെ പരിസരത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഷെരീഫ് ഏതാനും വർഷമായി മറ്റൊരിടത്താണ് താമസം. ഇയാൾക്ക് 3 ഭാര്യമാരും മക്കളുമുള്ളതായാണ് ആരോപണം. ആധാർ അടക്കമുള്ള രേഖകൾ ഷെഫീഖിന്റെ കൈവശമാണ്. ഇതിനുവേണ്ടി ഇയാൾ പോലീസിൽ പരാതി നൽകിയെങ്കിലും വിട്ടുകൊടുക്കാൻ ഷെഫീഖ് തയ്യാറായില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തീ കൊളുത്തി കൊലപ്പെടുത്താൻ നീക്കം നടന്നതെന്നാണ് പരാതി. ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും വീട്ടിലെത്തി തെളിവുകൾ ശേഖരിച്ചു. സംഭവശേഷം ഒളിവിൽ പോയ ഷെരീഫിനായി അന്വേഷണം ഊർജിതമാക്കിയതായി വടക്കേക്കാട് ഇൻസ്പെക്ടർ ഒ അമൃതരംഗൻ അറിയിച്ചു. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.